പ്രൈസ് ലോർഡ്. നാമത്തിലുണ്ടായിരിക്കട്ടെ. കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഹല്ലേലൂയ. ക്രിസ്തീയ കൂട്ടായ്മ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ്. ക്രിസ്തീയ കൂട്ടായ്മ. ഹല്ലേലൂയ. അതുപോലെ തന്നെ ദൈവവുമായുള്ള ഒരു കൂട്ടായ്മയും ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ അത്യാവശ്യമാണ്. ഹല്ലേലൂയ. നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ ഉണ്ട്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഇവിടെ UK ഭയങ്കര ചൂടായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ എല്ലാ വീട്ടിൽ നമ്മൾ ചെടികളൊക്കെ നട്ടിട്ടുണ്ട്. അതിനകത്തൊരു പ്രത്യേക ചെടി എനിക്ക് ഇഷ്ടമുള്ള ഒരു ചെടിയാണ് ഹൈഡ്രാഞ്ചിയ. അതിൽ ഈ ചെടിക്ക് സ്തോത്രം എപ്പോഴും നല്ല വെള്ളമയം വേണം. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ ഇത് ഉണങ്ങിപ്പോകും. അതിനെപ്പോഴും ഹല്ലേലൂയ സ്തോത്രം നല്ലവണ്ണം വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഇവിടെ ചൂടായതുകൊണ്ട് ഒരു നേരം വെള്ളം ഒഴിക്കുന്നതിന് പകരം 3 പ്രാവശ്യമെങ്കിലും അതിന് വെള്ളം ഒഴിക്കേണ്ടി വന്നു. സ്തോത്രം. ഞാൻ ഇതിനിങ്ങനെ വെള്ളം ഒഴിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഹല്ലേലൂയ ദൈവാത്മാവ് ഇങ്ങനെ എന്നോട് സംസാരിച്ചു. പലപ്പോഴും പ്രകൃതി എന്ന ദൈവം എന്നോട് ഒത്തിരി സംസാരിക്കാറുണ്ട്. അപ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞത്, ഒരു ചെടിക്ക് 3 നേരം ഇങ്ങനെ വെള്ളം ഒഴിക്കണമെങ്കിൽ ഒരു ദൈവവേദന ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളൊക്കെ വളർന്നു വരുമ്പോൾ എത്ര അധികം തണുപ്പീര് അല്ലെങ്കിൽ ഒരു ആശ്വാസം അവരുടെ ജീവിതത്തിൽ ആവശ്യമാണ്. നമുക്കറിയാം, പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തിൽ ചെന്ന് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ വിളിച്ച് ആശ്വസിപ്പിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയ തണുപ്പായി തീരും. അതുപോലെ തന്നെ നമ്മുടെ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും കടന്നു പോകുമ്പോൾ നാം വേദവസ്തം വായിക്കുകയും പ്രാർത്ഥിക്കുകയും അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് ഹല്ലേലൂയ ദൈവവചനത്തിൽ നിന്ന് ആശ്വാസം പ്രാപിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും ജീവൻ പ്രാപിപ്പാൻ ഇടയായി തീരും. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചില ചെടിയൊക്കെ കണ്ടിട്ട് അവ ഇനി ഉണ്ടാകത്തില്ല, അത് നശിച്ചു പോയി എന്ന രീതിയിൽ പോലും അവ വാടിക്കടന്നുപോയി. എന്നാൽ വീണ്ടും വെള്ളം ഒഴിച്ചപ്പോൾ അവയൊക്കെ വളരെ വളർന്നു വരുവാൻ ഇടയായി തീർന്നു. ദൈവമക്കളെ, ദൈവവചനത്തിൽ ക്രിസ്തീയ കൂട്ടായ്മയ്ക്ക് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 42-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവർ അപ്പോസ്തലന്മാർ ഉപദേശത്തിലും കൂട്ടായ്മയിലും അപ്പം നുറുക്കുന്നതിലും പ്രാർത്ഥനയിലും ഉറ്റിരുന്നു. സ്തോത്രം. അവർ ഉപദേശം കേട്ടു, അവർ കൂട്ടായ്മ ആചരിച്ചു, അവർ അപ്പം നുറുക്കി പ്രാർത്ഥനയിൽ ഉറ്റിരുന്നു. അപ്പോൾ ഫെലോഷിപ്പ് ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. സ്തോത്രം. 1 യോഹന്നാൻ സ്തോത്രം 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുകയാണ്, ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളതും നിങ്ങളോട് അറിയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അവർ നമ്മളോട് അറിയിച്ചു. നിങ്ങളും ഞങ്ങളോടുള്ള കൂട്ടായ്മ പ്രാപിക്കേണ്ടതിന് തന്നെ. ഞങ്ങളുടെ കൂട്ടായ്മ അവർ പറയുകയാണ്. സ്തോത്രം. യോഹന്നാൻ പറയുകയാണ്, ഞങ്ങളുടെ കൂട്ടായ്മ ആരോടാ? പിതാവിനോടും അവന്റെ പുത്രനായ യേശുക്രിസ്തുവിനോടും കൂടെ തന്നെ. ഹല്ലേലൂയ. അപ്പം പിതാവിനോടും യേശുക്രിസ്തുവിനോടും നമുക്കൊരു കൂട്ടായ്മയുണ്ട്. സ്തോത്രം. ആ കൂട്ടായ്മ ബന്ധം നമ്മുടെ ജീവിതത്തിലുള്ളപ്പോൾ നാം ധൈര്യം പ്രാപിച്ച് ജീവിതയാത്ര ധൈര്യത്തോട് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മളെ സഹായിക്കും. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു, ആകയാൽ ക്രിസ്തുവിൽ പ്രബോധനവും സ്നേഹത്താൽ വല്ല ആശ്വാസവും ആത്മാവിൽ ഒരു കൂട്ടായ്മയും വല്ല കരുണയും മനസ്സലിവും ഉണ്ടെങ്കിൽ. ഹല്ലേലൂയ. അവിടെ ഫെലോഷിപ്പ് വിത്ത് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവുമായുള്ള ഹോളി സ്പിരിറ്റ് അല്ലെങ്കിൽ ഫെലോഷിപ്പ് നമുക്ക് ആവശ്യമാണ്. സ്തോത്രം. സങ്കീർത്തനം 133:1 പറയാണ്, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരമാകുന്നു. സ്തോത്ര. ദിവസങ്ങളിൽ ക്രിസ്തീയ കൂട്ടായ്മയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി ദൈവകൃപയിൽ മുന്നേറുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ.